ഹായ് ഓൾ, സ്റ്റാർ ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ബ്രെഡും പാലൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് എങ്ങനെ നമുക്കൊരു ചെറിയ സ്നാക്സ് ചായക്ക് പകരം കൊടുക്കാം. ചായ കുട്ടികൾക്ക് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നമുക്ക് പാലൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ചായക്ക് പകരം വിശപ്പടങ്ങാൻ പാകത്തിന് ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എന്നാണുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പാല് തിളപ്പിക്കുക. പാല് തിളച്ച് വരുന്നതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. പഞ്ചസാര, കൂടുതൽ മധുരം വേണ്ടവർക്ക് പഞ്ചസാര ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്തത്. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യണം. കൂടുതൽ മധുരം വേണ്ടവർക്ക് പഞ്ചസാര ആഡ് ചെയ്യുക. ഞാൻ മിൽക്ക് മെയ്ഡ് മാത്രമാണ് ആഡ് ചെയ്തത്, കാരണം ഞാൻ മധുരം കുറച്ചാണ് ചെയ്തത്, കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ബ്രെഡ് ബട്ടറിൽ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിങ്ങനെ എടുത്തു കഴിഞ്ഞ് ഒരു കിണ്ണത്തിൽ നല്ലപോലെ പരത്തിയെടുക്കണം. ബട്ടറിൽ ചെയ്യാം, നെയ്യിൽ ചെയ്യാം, നമ്മുടെ കയ്യിൽ എന്താണ് അവൈലബിൾ വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. എൻ്റെ കയ്യിൽ ബട്ടറായിരുന്നു, അപ്പോൾ ഞാൻ ബട്ടർ വെച്ചിട്ടാണ് ചെയ്യണത്. ബട്ടറിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളതും. അപ്പോൾ അങ്ങനെ നെയ്യ് നല്ലപോലെ ഒന്ന് രണ്ട് പുറവും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ, ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെയ്തിട്ട് ഒരു കിണ്ണത്തിൽ ഇത് അടുക്കി അടുക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് ആ നട്ട്സ് പൊടിയായിട്ട് നല്ലപോലെ അരിഞ്ഞെടുക്കണം. ഈ സമയം കൊണ്ട് പാലപ്പുറത്ത് ചെറുതായിട്ട് ആറി തുടങ്ങണം. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർക്കുക. ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത എന്ത് വേണമെങ്കിലും ചേർക്കുക. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ബദാമാണ്. അപ്പോൾ ഞാൻ ബദാം അതിലേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബദാം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കുറച്ച് പാലിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് അടുക്കി വെച്ചതിലേക്ക് ഈ പാലിനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ബ്രെഡ് നല്ലപോലെ അതിൽ മെൽറ്റായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റായിരിക്കും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ കിടക്കുമ്പോൾ കടിക്കാനും കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. എന്നിട്ട് മുകളിൽ ബാക്കി വരുന്ന നട്ട്സൊക്കെ വിതറി കൊടുക്കുക. തണുപ്പിച്ച് കഴിക്കേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ മോൾക്കാണ് ആദ്യം കൊടുത്തത്. അവൾക്കിത് വളരെ ഇഷ്ടമാണ്. സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അവരുടെ വയറും ഫില്ലാവും.